ശക്തി, കുട്ടി ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? കേട്ടു. അച്ചമ്മ പേടിക്കുകയൊന്നും വേണ്ട. ഈ ഹൃദയം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഇഷ്ടം കൊണ്ട് തന്നെയാണ് ചേർന്ന് നിൽക്കുന്നത്. പക്ഷേ കണ്ണും പൂട്ടി കൂടെ കഴിയാൻ സമ്മതം പറഞ്ഞത് നിഖില ചേച്ചിയെ കണ്ടെത്താൻ വേണ്ടി തന്നെയാ. അതെനിക്ക് ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ല. സ്വന്തമെന്ന് പറയാൻ ഒരു കുടുംബമില്ലെങ്കിലും സമൂഹം അംഗീകരിക്കുന്ന രീതിയിൽ നിയമത്തിന്റെ പിന്തുണയോടെ ഒരു ഭാര്യയായി ജീവിക്കാൻ തന്നെയാണ് ഞാനും ആഗ്രഹിച്ചത്. അത്തരം ആഗ്രഹങ്ങൾ മാറ്റി നിർത്തി ശരീരം മാത്രം പങ്കുവെച്ചുകൊണ്ടുള്ള ബന്ധത്തിന് ഒട്ടും ആലോചിക്കാതെ സമ്മതം പറഞ്ഞത് നിഖില ചേച്ചി കാരണമാണ്. അവരുടെ നെറ്റി ചുളിഞ്ഞു. ചില ആൾക്കാരോട് എനിക്ക് ഒരുപാട് കടപ്പാടുകളുണ്ട് അച്ഛമ്മേ. ഒരു നന്ദി വാക്കിൽ എനിക്കൊരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത കടപ്പാടുകൾ. അവർക്ക് വേണ്ടി എൻ്റെ ജീവൻ വരെ കൊടുക്കാൻ ഞാൻ തയ്യാറാകും. നിഖില ചേച്ചിയും എനിക്ക് അങ്ങനെ ഒരാളാണ്. ആരുമില്ലാതെ ഒറ്റപ്പെട്ട് കിടന്ന ഒരു പനിക്കാലത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ എൻ്റെ സുഹൃത്ത് അഞ്ജു പോലും പകച്ചു നിന്നിട്ടുണ്ട്. അന്ന് ഞങ്ങളെ യാതൊരു പരിചയവുമില്ലാഞ്ഞിട്ടും ഒപ്പം നിന്ന് പരിചരിച്ചത് ആ ചേച്ചിയാണ്. 4 ദിവസം ആരെന്നറിയാത്ത 2 പെൺകുട്ടികൾക്കൊപ്പം ഒന്നും പ്രതീക്ഷിക്കാതെ കൂട്ടിയിരുന്ന ചേച്ചിയാണ്. ശക്തി ഒന്ന് നിർത്തി. പിന്നെ പറയേണ്ടുന്ന കാര്യങ്ങൾ മാത്രം മനസ്സിൽ ഒരുക്കി വെച്ചുകൊണ്ട് തുടർന്നു. പിന്നീട് ഞങ്ങൾ അവരെ കണ്ടിട്ടില്ല. വർഷങ്ങൾക്ക് ശേഷം ആ ചേച്ചിയെക്കുറിച്ച് വീണ്ടും അറിഞ്ഞപ്പോൾ ദുഃഖം മാത്രമാണ് ബാക്കിയായത്. ആ ചേച്ചി മാത്രമല്ല, ആ കുടുംബം തന്നെ ഇല്ലാതെയായില്ലേ. എല്ലാം സംഭവിച്ചത് അന്നത്തെ ഉത്സവത്തോടനുബന്ധിച്ചും. ഇന്നും പാതി ജീവനോടെ ഒരു മനുഷ്യൻ കിടപ്പുണ്ട്. എന്നെങ്കിലും ഒരു കാലത്ത് നിഖില ചേച്ചി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ. ഇപ്പോഴും ആ ശരീരത്തിൽ ജീവൻ നിലനിൽക്കുന്നത് നിഖില ചേച്ചിയോടുള്ള പ്രണയം മൂലമാണ്. അരവിയേട്ടനും നിഖില ചേച്ചിയും തമ്മിലുള്ള ബന്ധം ഇവിടെയുള്ളവർക്കും അറിയാവുന്നതല്ലേ. രാഘവൻ മാമയ്ക്ക് ചേച്ചിയുടെ കാര്യത്തിൽ പ്രതീക്ഷയൊന്നുമില്ലെങ്കിലും അദ്ദേഹത്തിന് സ്വന്തം സഹോദരിയുടെ മകളെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്. നിഖില ചേച്ചി ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നെങ്കിലും ഉത്തരം എല്ലാവർക്കും കിട്ടിയേ തീരൂ. ചേച്ചിയുടെ കുടുംബത്തിൽ ഇന്ന് അവശേഷിക്കുന്നത് അവര് മാത്രമല്ലേ. ആർക്കും അറിയില്ല ചേച്ചി എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു എന്നൊക്കെ. അതുകൊണ്ടാണ് ഇവിടെ ഉത്സവത്തിന് വന്നതുപോലും അറിയാൻ വൈകിപ്പോയത്. അരവിയേട്ടന്റെ ഓർമ്മകൾ തിരിച്ചു കിട്ടിയ ശേഷമാണ് രാഘവൻ മാമയ്ക്ക് പോലും പല കാര്യങ്ങൾക്കും വ്യക്തത കൊടുക്കാൻ കഴിഞ്ഞത്. അന്ന് മെഡിക്കൽ ക്യാമ്പിനിടയിൽ അവിചാരിതമായിട്ടാണ് ഞാൻ ഭദ്രേട്ടന്റെ ഫോണിൽ നിഖില ചേച്ചിയുടെ ഫോട്ടോ കണ്ടത്. അതാരാണെന്ന് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കൂടെ 6 മാസക്കാലം കഴിഞ്ഞിട്ടും ഞാൻ ആ സ്വാതന്ത്ര്യം എടുത്തിട്ടുമില്ല. പക്ഷെ കണ്ടിരുന്നു ഭദ്രേട്ടന്റെ ഫോണിൽ ചേച്ചിയുമൊത്തുള്ള പിന്നെയും കുറെ ഫോട്ടോകൾ. ആളുടെ സ്വഭാവം വെച്ച് ഒന്നും തീർച്ചപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. അവർ തമ്മിലുള്ള ബന്ധം ഇവിടെ വന്ന് അച്ചമ്മയോട് സംസാരിക്കുന്നത് വരെ എനിക്കറിയില്ലായിരുന്നു. അരവിയേട്ടൻ പറഞ്ഞത് നിഖില ചേച്ചിക്ക് അപകടം പറ്റിയെന്ന് തന്നെയാണ്. പക്ഷേ അന്നത്തെ സംഭവത്തെ തുടർന്ന് നിഖില ചേച്ചിയെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലും കൊണ്ടുചെന്നിട്ടില്ല. രാഘവ മാമ അതൊക്കെ അന്വേഷിച്ചതാണ്. ചേച്ചി എവിടെയും എത്തിയിട്ടില്ല. മരിച്ചുവെങ്കിൽ ബോഡിയെങ്കിലും കിട്ടണ്ടേ? അതുമില്ല. അടുത്തുള്ള കുളത്തിൽ എവിടെയെങ്കിലും ശരീരം കെട്ടിത്താഴ്ത്തിയതായിട്ടുള്ള ഊഹം കൊണ്ട് ആ വഴിക്കും ഞാൻ അന്വേഷിച്ചിരുന്നു. ഉപയോഗശൂന്യമായ ഒരു കുളവും ഈ നാട്ടിലില്ല. എല്ലാ വർഷവും തേകി വൃത്തിയാക്കുന്ന കിണറുകളും കുളങ്ങളും ഈ നാടിന്റെ മാത്രം പ്രത്യേകതയല്ലേ. ഇത്രയും വർഷങ്ങൾക്ക് ശേഷമുള്ള അന്വേഷണം എവിടെയും എത്തില്ലെന്നറിഞ്ഞിട്ടും ഭദ്രേട്ടൻ നാടുവിട്ടു പോയപ്പോൾ ചേച്ചിയെ രക്ഷിച്ചു കാണുമോ എന്നൊക്കെ എൻ്റെ പൊട്ട ബുദ്ധിക്ക് ചിന്തിച്ചു പോയി. ഭദ്രേട്ടന്റെ റോൾ ഇക്കാര്യത്തിൽ എന്തായിരുന്നുവെന്ന് എനിക്ക് ഇന്നും അറിയില്ല. സ്വന്തം ഹോസ്പിറ്റലൊക്കെയുള്ള ആളല്ലേ, അവിടെ എവിടെയെങ്കിലും ഉണ്ടെന്ന് കരുതി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിച്ചിട്ട് ഹോസ്പിറ്റലിൽ കയറിയത്. ഉപേക്ഷിച്ചു എന്ന് വെച്ചാൽ എനിക്കവർ മറ്റൊരു ബ്രാഞ്ചിലേക്ക് മാറ്റം നൽകിയപ്പോൾ നിരസിച്ചിട്ട് ഭദ്രേട്ടന്റെ സഹായം തേടിയതാണ്. ലക്ഷ്യം നിഖില ചേച്ചിയായിരുന്നു. പക്ഷേ ഞാൻ അവിടെ പ്രതീക്ഷിച്ചതുപോലെയൊന്നും ഉണ്ടായിരുന്നില്ല. രഹസ്യങ്ങളൊന്നും പൂഴ്ത്തിവെക്കാത്ത ഒരു സാധാരണ പ്രൈവറ്റ് ഹോസ്പിറ്റലിനപ്പുറം മറ്റൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോൾ അച്ചമ്മയുടെ വായിൽ നിന്നറിഞ്ഞ നികേഷ് ചേട്ടന്റെ പേരും അവരുടെ ഫോട്ടോസും ഒക്കെയാണ് തുറന്നു ചോദിക്കാൻ ധൈര്യം നൽകിയത്. എന്റെ ഉദ്ദേശശുദ്ധിയിൽ തെറ്റൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനെല്ലാം അച്ചമ്മയോട് തുറന്നു പറഞ്ഞത്. അനുഗ്രഹയ്ക്ക് നിഖില ചേച്ചി ഇഷ്ടമല്ലെന്ന് അച്ചമ്മ പറഞ്ഞപ്പോൾ തൊട്ട് മനസ്സിൽ എന്തൊക്കെയോ നെഗറ്റീവ് ചിന്തകളാണ്. പലപ്പോഴും ഭദ്രേട്ടനോട് തുറന്നു സംസാരിച്ചാലോ എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ട്. അതേസമയം ഭദ്രേട്ടനും എന്തൊക്കെയോ അന്വേഷണത്തിലാണ്. ഞങ്ങൾ രണ്ടാളും തിരയുന്നത് ഒരേ കാര്യമാണെങ്കിൽ
ശക്തി നെടുവീർപ്പെട്ടുകൊണ്ട് പറഞ്ഞു നിർത്തി ജാനകി അമ്മയെ നോക്കി. തുറന്നു സംസാരിക്കാൻ കഴിയുന്നത് തുറന്നു തന്നെ സംസാരിക്കണം ശക്തി. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ശക്തമായ അടിത്തറയിടുന്നത് തുറന്ന സംസാരം തന്നെയാണ്. മറ്റൊരാളുടെ മനസ്സിലെന്താണെന്ന് അവരായി പറയാതെ ഒരിക്കലും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല. വെറുതെ ഒരു ഭംഗിക്ക് പറയാം, തുറന്നു സംസാരിക്കാതെ തന്നെ മനസ്സിലാക്കാൻ കഴിയുമെന്ന്. യഥാർത്ഥത്തിൽ അതും പൊള്ളയായ കാര്യമാണ്. മനസ്സിലാവുന്നുണ്ട് അച്ഛമ്മേ. നിഖില ചേച്ചിക്ക് അപകടം പറ്റിയെന്ന് തന്നെയാണ് അറിവുള്ളത്. പക്ഷേ അതൊക്കെ ഒറ്റയടിക്ക് ഭദ്രേട്ടനോട് ചോദിക്കാൻ കഴിയില്ലല്ലോ. എങ്ങനെ കാര്യങ്ങൾ അവനോട് പറഞ്ഞു തുടങ്ങുമെന്ന സമ്മർദ്ദം അവളിൽ ശക്തമായിരുന്നു. ഒക്കത്തിനും വഴിയുണ്ടാകും. നീ ഒരുപാട് നന്മയുള്ള കുട്ടിയാണ് ശക്തി. എന്റെ ഭദ്രൂട്ടനോളം തന്നെ നിന്നോട് എനിക്ക് ഇഷ്ടവുമുണ്ട്. അവന്റെ കാര്യത്തിൽ സ്വാർത്ഥയാണെങ്കിലും ആ പേരിൽ ഞാൻ മറ്റൊരാളെ ബലിയാടാക്കുമെന്ന് നീ ചിന്തിക്കരുത്. പ്രത്യേകിച്ച് നിന്നെ. നിങ്ങൾ ഒരുമിച്ച് നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ പഴയ 5 വയസ്സുകാരി കുറുമ്പിയെ ഞാൻ ഇന്നും മറന്നിട്ടില്ല. എന്തിനും ഏതിനും വ്യക്തമായി തീരുമാനമുള്ള വ്യക്തിയാണ് നീ. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നീ ആരെയും ഉപയോഗിക്കില്ലെന്നും അറിയാം. മറ്റൊരാൾ പറഞ്ഞ് എനിക്ക് നിന്നെ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. നിന്റെ ജീവിതം തന്നെ എന്റെ കൺമുന്നിൽ കിടക്കുവല്ലേ. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. എന്തു പ്രശ്നം വന്നാലും അച്ചമ്മ നിനക്കൊപ്പം ഉണ്ടാകും. ചിലപ്പോൾ സാഹചര്യം മൂലം കുറച്ചു സമയം നിശബ്ദത പാലിക്കേണ്ടി വന്നിരിക്കാം. എന്നിരുന്നാലും എന്റെ നാവ് ചലിക്കുന്നത് നിനക്ക് വേണ്ടി മാത്രമായിരിക്കും. ജാനകിയമ്മ ശക്തിക്ക് വാഗ്ദാനം നൽകുകയായിരുന്നു. താൻ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുമെന്ന വാഗ്ദാനം. അതാവട്ടെ ശക്തിയിൽ ആശ്വാസമാണ് ജനിപ്പിച്ചത്. ഒന്നും പ്രതീക്ഷിക്കാതെ തന്നോട് ചേർന്ന് നിൽക്കുന്ന വളരെ കുറച്ചു പേർ. അവരിൽ ഒരാൾ കൂടി. അല്പം മുമ്പ് വരെ ജാനകിയമ്മയ്ക്ക് തന്നോടുള്ള സ്നേഹം അവരുടെ കൊച്ചുമകനോടുള്ള സ്വാർത്ഥതയിൽ നിന്നുണ്ടായതാണെന്നുള്ള ചിന്ത ഇപ്പോഴവളിൽ നിന്ന് പാടെ മാഞ്ഞു പോയിരുന്നു. നിഖിലയെ വീരനും തേടുന്നുണ്ടെന്ന് അറിയാമെങ്കിലും ജാനകി അത് ശക്തിയോട് വെളിപ്പെടുത്തിയില്ല. ഒപ്പം അവന്റെ മനസ്സിൽ ശക്തിക്കുള്ള സ്ഥാനവും. അച്ചമ്മയ്ക്കും മകനും ഇടയ്ക്ക് ഇതേപോലെ നിരവധി രഹസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നത് മറ്റൊരു സത്യം. നിന്റെ വെല്ലിച്ചനെ ഞാൻ കണ്ടിരുന്നു ശക്തി. ശക്തി കിടക്കാൻ മുറിയിലേക്ക് എത്തിയപ്പോൾ ഫോണിൽ നോക്കിയിരുന്ന വീരൻ ശക്തിയോടായി പറഞ്ഞു. അവൾ അത് കേട്ട ഭാവം നടിക്കാതെ വാഷ്റൂം ലക്ഷ്യമാക്കി നടന്നപ്പോൾ വീരൻ അവളെ വലിച്ച കിടക്കയിലേക്ക് തള്ളിയിട്ടു. എന്താടി, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒരു മൈൻഡില്ലാതെ പോകുന്നത്? നിങ്ങൾ വല്യച്ഛനെ കാണുന്നതും കാണാതിരിക്കുന്നതുമൊക്കെ ഞാനെന്തിനാണ് അന്വേഷിക്കുന്നത്? ഒട്ടും താല്പര്യമില്ലാത്ത മട്ടിൽ ശക്തി പറഞ്ഞു നിർത്തി. അവൾക്കറിയാമായിരുന്നു വല്യച്ഛൻ വീരനെ കണ്ട് സംസാരിച്ചുവെങ്കിൽ അത് തന്റെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ബോധിപ്പിക്കാനായിരിക്കുമെന്ന്. കിടക്കയിൽ നിന്ന് പിന്നെയും എഴുന്നേറ്റ് പോയവളെ അവൻ വലിച്ച് പിന്നെയും മടിയിലേക്കിരുത്തി. എന്തിനാണ് ശക്തി നിനക്കിത്ര ഗൗരവം? നമ്മുടെ വിവാഹശേഷം ആ പഴയ ശക്തി നിന്നിൽ ഇല്ലാത്തതുപോലെ എന്നോടുള്ള പെരുമാറ്റങ്ങളിൽ ഒരേപോലെ സ്വാതന്ത്ര്യമെടുക്കുകയും അടുത്ത നിമിഷം അകന്നു നിൽക്കുകയും ചെയ്യുന്നത് പോലെ. നിന്റെ മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പുകഞ്ഞു കിടപ്പുണ്ട്. അതെല്ലാം മുൻവിധിയോടെ കണ്ടിട്ടാണ് പെരുമാറുന്നത്. തുറന്നു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നതല്ലേടോ നല്ലത്. ഞാനിപ്പോൾ നിന്നിൽ നിന്ന് ശാരീരിക സുഖം മാത്രമല്ല ആഗ്രഹിക്കുന്നത്. നിനക്കത് മനസ്സിലാവാഞ്ഞിട്ടാണോ? അതോ? വീരൻ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ ഒരത്ഭുതത്തോടെയാണ് അവൾ അവനെ നോക്കിയത്. ഭദ്രേട്ടന്റെ മനസ്സിൽ എന്തോ സങ്കടം കയറിയിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കില്ല. അവളെ താൻ മനസ്സിലാക്കുന്നതിലും മനോഹരമായി അവൾ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞവന്റെ ചുണ്ടുകളിൽ പുഞ്ചിരി നിറഞ്ഞു. അവളുടെ കവളിൽ ചെറുതായി പൊന്തിയ വലിയ ചുവന്ന മുഖക്കുരുവിൽ അവൻ മെല്ലെ വിരൽ കൊണ്ട് അമർത്തി. അവൾ ചുവക്കാൻ തുടങ്ങുന്നതിന് മുൻപുള്ള അടയാളമാണ്. നെറ്റിയിൽ പടർന്നു കിടക്കുന്ന സിന്ദൂരവും ചെറിയ കറുത്ത പൊട്ടും കുറുനിരകൾ പാറി നിൽക്കുന്ന മുഖവും അവളുടെ സൗന്ദര്യത്തിന്റെ മാറ്റ് കൂട്ടിയതായി അവന് തോന്നി. ശക്തിക്ക് അവന്റെ മിടികളെ നേരിടാൻ കഴിയാതെ വന്നു. വീരനോട് ചേർന്ന് നിൽക്കുന്ന നിമിഷങ്ങളിൽ ചിന്തകൾ മരവിച്ച് ശക്തി അശക്തിയാകും. ഉയിരുമുടലും നിറഞ്ഞ ആ ഒരുവന്റെ സാന്നിധ്യത്തിൽ ഞാനെന്ന വ്യക്തി പ്രഭാവത്തിന് സ്ഥാനമില്ലാതെയായി പോകും. വീരനിൽ അവൾ തീർക്കുന്ന തടവറകൾ അവൻ പോലും അറിഞ്ഞിരുന്നില്ല. ഭൂമിയുടെ ഉപരിതലം എന്ന വിസ്മയത്തിനപ്പുറമുള്ള ഉൾക്കാഴ്ചകളിലെ പ്രളയത്തിലായിരുന്നു അവൾ സ്വയം ഒളിപ്പിച്ചു നിർത്തിയിരുന്നത്. ശക്തി. കരളുളിക്കും പോലെയുള്ള അവന്റെ വിളിയിൽ അവൾ മൂളിപ്പോയിരുന്നു.
മിഴികൾ പൂട്ടി തന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്നവളിൽ അവന് കൗതുകം തോന്നി. ഒരിക്കൽ അവന്റെ ചൂണ്ടുവിരൽ കാഴ്ചയുടെ സഹായം കൂടാതെ തന്റെ പ്രണയിനിയുടെ വദനത്തിൽ ഒഴുകി നടന്നതുപോലെ വർഷങ്ങൾക്കിപ്പുറം ചലിച്ചു. ആ വിരൽത്തുമ്പുകൾ ആവർത്തിച്ചു പതിച്ചത് അവളുടെ ചുവന്ന മുഖക്കുരുവിലായിരുന്നു. വിടർന്ന മിഴികളും നീണ്ട നാസികയും ഒട്ടിയ കവളുകളും താണ്ടി ചെറിയ ചുണ്ടിന്റെ അരികിലൂടെ ഒഴുകി അവന്റെ വിരൽത്തുമ്പുകൾ ചിത്രം കോറിയിട്ടുകൊണ്ടിരുന്നു. അവളൊന്ന് കുറുകിയ നിമിഷമാണ് അവൻ മിഴികൾ തുറന്നത്. അത് പതിഞ്ഞതാവട്ടെ അവൻ ഇതുവരെ അവളിൽ കാണാതെ പോയ കാക്കപ്പുള്ളിയിലേക്കും. അങ്ങനെയൊന്ന് അവൾക്കില്ലെന്ന തോന്നലിൽ പെരുവിരൽ അമർത്തി തടവി തുടച്ചു കളയാൻ അവൻ ഒരു പാഴ്ശ്രമം നടത്തി. കീഴ്ചുണ്ടിനോട് ചേർന്ന് ഇടതുഭാഗത്തായി കാണുന്ന അധികം കറുപ്പു നിറം കലരാത്ത ആ മറുകിൽ അവൻ വിസ്മയത്തോടെ നോക്കി. ഞാനിത് കണ്ടിരുന്നില്ലല്ലോ. എന്ത്? അവൾ അതിശയത്തോടെയാണ് ചോദിച്ചത്. ഈ മറുക്. അവൻ ആ മറുകിൽ വൃത്തം വരച്ചു. അതെന്നെ ശ്രദ്ധിച്ചു നോക്കുന്നവർക്ക് മാത്രമേ അറിയൂ. അതിലൊരു കുറ്റപ്പെടുത്തലിന്റെ ധ്വനിയുണ്ടായിരുന്നു. നിങ്ങൾ ഇതുവരെ അത്ര ശ്രദ്ധയോടെ എന്നെ നോക്കിയിട്ടില്ലെന്ന ധ്വനി. ഇനി മുതൽ ഈ പരാതി ഉണ്ടാവില്ല. അവളുടെ കാതിൽ പതിയെ കടിച്ചുകൊണ്ട് അവൻ പറയുമ്പോൾ ഉള്ളം കുളിർന്നവൾ കുപ്പിവള കിലിങ്ങും പോലെ പൊട്ടിച്ചിരിച്ചിരുന്നു. ഏറ്റവും മധുരമായ നിമിഷങ്ങളിലായിരുന്നു അവർ. കാമത്തിന് സ്ഥാനമില്ലാത്ത പ്രണയത്തിന്റെ കുസൃതിയുടെ മലർമേടുകളിൽ അവർ വിഹരിച്ചു. നിന്നോട് പറയാൻ ഒരുപാടുണ്ട് ശക്തി. അതെവിടെ നിന്ന് എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. നിന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല പറയാതിരിക്കുന്നത്. ഒരു കാര്യവും ഉറപ്പോടെ പറയാൻ കഴിയാത്തത് കൊണ്ടാണ്. കുറച്ചുകൂടി വ്യക്തത കിട്ടാനുണ്ട്. ഇനി എന്റെ ഒരു ചെറിയൊരു അശ്രദ്ധ കാരണം ഒരു നഷ്ടവും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിർബന്ധമുണ്ട്. ഇതിനിടയിൽ നീ എന്നെ വിട്ടുപോകുമോ? നിങ്ങൾക്ക് എന്നെ വേണ്ടെന്ന് പറയുന്നത് വരെ ഞാൻ ഒപ്പമുണ്ടാകും. വേണ്ടെന്ന് പറയുന്ന നിമിഷത്തിൽ സ്വയം അടിയറവ് വെച്ച് കടിച്ചു തൂങ്ങി കിടക്കില്ല ശക്തി. അത് പറയുമ്പോൾ അവളുടെ മൂക്കിൻ തുമ്പ് ചുവന്ന് കയറുന്നത് അവൻ കൗതുകത്തോടെ നോക്കിയിരുന്നു. ചിലപ്പോൾ ഞാൻ പറഞ്ഞു പോയാലോ ശക്തി? അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയെന്നും ഇരിക്കും. ഞാൻ നിനക്ക് പിന്നാലെ വന്നാലോ? നീ എന്നോട് ക്ഷമിക്കില്ലേ? എൻ്റെ മനസ്സ് എന്നോട് ക്ഷമിക്കാൻ പറഞ്ഞാൽ മാത്രം ഞാൻ നിങ്ങളോട് ക്ഷമിച്ചുവെന്ന് വരാം. അത്രയ്ക്കും കടുത്ത വാക്കുകൾ വേണോ? നിനക്കെന്നോട് ക്ഷമിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം. ഇപ്പോൾ ക്ഷമിക്കാൻ വാശി പിടിക്കുന്ന അതേ മനസ്സ് മറ്റൊരിക്കൽ ക്ഷമിക്കാൻ പാടില്ലെന്ന് വാശി പിടിച്ചെന്നും ഇരിക്കാം. അതെന്താ അങ്ങനെ? അതങ്ങനെയാ. എങ്ങനെ? പ്ലീസ് ഒന്ന് പറ പെണ്ണേ, വെറുതെ കലിപ്പിക്കാതെ. വിവാഹത്തോളം നമ്മുടെ ബന്ധമെത്തുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. എങ്കിലും വീരഭദ്രസേനന്റെ കൈകൊണ്ടൊരു താലി മാത്രമേ അന്നും ഇന്നും ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ അതിനുവേണ്ടി എന്നെ പൂർണ്ണമായിട്ടും അടിയറവ് വെക്കാനും എനിക്കാവില്ല. പിന്നെ മനുഷ്യന്റെ മനസ്സല്ലേ, ചിലപ്പോഴെങ്കിലും വിട്ടുവീഴ്ച ചെയ്തു പോയെന്നും വരാം. ആ വിട്ടുവീഴ്ചകളാണ് എന്നെ ഇങ്ങനെ ഇരുത്തുന്നത്. എങ്കിൽ നിന്റെ മനസ്സെന്നും എന്നോട് ഒട്ടിയിരിക്കട്ടെ ശക്തി. എനിക്കതാണ് ഇഷ്ടം. നിങ്ങളുടെ ലോകം ഒരുപാട് വിശാലമാണ് ഭദ്രേട്ട. പക്ഷേ എൻ്റേത് വളരെ ചുരുങ്ങിയതാണ്. ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് എനിക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള പ്രതീക്ഷ നൽകുന്നത്. കഴിഞ്ഞ 6 മാസക്കാലത്തിനിടയ്ക്ക് ഇന്നല്ലെങ്കിൽ നാളെ പിരിയേണ്ടവരാണെന്നൊരു ബോധം മനസ്സിലിട്ടുകൊണ്ടാണ് ഒരുമിച്ച് കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷങ്ങളും ആസ്വദിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് പുതിയൊരു മാനം കൈവന്നിട്ടുണ്ട്. അതാവട്ടെ ചിലപ്പോഴൊക്കെ അസ്വസ്ഥതകളോടെ എന്നെ വരിഞ്ഞു മുറുക്കി കളയുന്നുണ്ട്. നിങ്ങളെ പ്രണയിക്കുന്ന ഹൃദയത്തിന് എന്തെല്ലാമോ മാറ്റം വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനല്ലാത്തതുപോലെ മുമ്പ് അനുഭവിച്ചിരുന്ന സമാധാനവും സന്തോഷവും തൃപ്തിയും ഒന്നും ഇപ്പോഴില്ലാത്തതുപോലെ. നഷ്ടപ്പെടുമെന്ന ഭയം കൊണ്ട് മാത്രം ഈ നിമിഷം ആസ്വദിക്കാൻ മറന്നു പോകുമോ എന്നുള്ള പേടിയാണോ ശക്തി? ഒരിക്കലുമില്ല. നഷ്ടപ്പെടുമോ എന്നല്ല, ഞാൻ നിങ്ങളെ വെറുത്തു പോകുമോ എന്നുള്ള ഭയം കൊണ്ട് ഈ നിമിഷങ്ങൾക്ക് സ്നേഹത്തിന്റെ കണ്ണീരുപ്പ് പടർന്ന രുചിയാണ്. വെറുക്കാനോ? വീരന്റെ ഹൃദയം ഉച്ചത്തിൽ മിടിച്ചു. അവന് ശരീരം കുഴയുന്നത് പോലെ തോന്നി. ഞാൻ പറഞ്ഞില്ലേ ഭദ്രേട്ട, ആ ഫ്ലാറ്റിൽ നമ്മൾ ഒന്നിച്ചു കഴിഞ്ഞിരുന്നത് പോലെയല്ല എന്ന്.
അവകാശങ്ങളില്ലാതെ, സ്വാതന്ത്ര്യങ്ങളില്ലാതെ, മിതമായ രീതികളിലെ സംസാരങ്ങളുമായി വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ അതിരുകൾ ലംഘിക്കാതെയാണ് നാം ജീവിച്ചത്. വിവാഹത്തിലൂടെ നമുക്കിടയിൽ നിലകൊണ്ടിരുന്ന മതിലുകൾ പോലും തകർത്ത് കളയുന്ന വിധത്തിലാണ് നമ്മുടെ ചില നേരത്തെ ചേഷ്ടകൾ. എന്നാൽ അതിനൊന്നും വലിയ ഉറപ്പോ വിശ്വാസമോ കണ്ടെത്താനും കഴിയുന്നില്ല. അകലെ നിൽക്കുമ്പോൾ സ്നേഹിക്കാനും വിശ്വസിക്കാനും ഹൃദയം അന്ധമായ കാരണങ്ങൾ കണ്ടെത്തും. അടുത്തു നിൽക്കുമ്പോൾ അതേ ഹൃദയം തന്നെ വെറുക്കാനുള്ള കാരണങ്ങളും കണ്ടെത്തിയാലോ? ഇപ്പോൾ അങ്ങനെ ഒരു ഭയത്തിലാണ് ഞാൻ. തങ്ങൾക്കിടയിൽ രഹസ്യങ്ങൾ ഉള്ളിടത്തോളം അതിനുള്ള സാധ്യതകളുണ്ടെന്ന് വീരനെ ധരിപ്പിക്കുകയായിരുന്നു ശക്തി. ഇനി നിന്നെ നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല ശക്തി. അവളുടെ മുഖത്ത് ചുവന്നു തുടുത്ത ആ കുരുവിൽ അവൻ ചുണ്ടമർത്തി. അവന്റെ ചുണ്ടുകൾ അവളുടെ മുഖം മുഴുവൻ ഓടി നടന്നു. അവനൊപ്പം ഉള്ളിനുള്ളിൽ അവളൊരു വാഗ്ദാനം നൽകുകയായിരുന്നു. ഒന്നിനു വേണ്ടിയും ഈ ഉള്ളവനെ നഷ്ടപ്പെടുത്തുവാൻ തനിക്കാവില്ലെന്ന്. പക്ഷേ അവൾക്കത് വെളിപ്പെടുത്താൻ സാധിച്ചില്ല. ശക്തി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നീ മുമ്പ് പറഞ്ഞിട്ടില്ലേ നളിനി ട്രസ്റ്റിലെ ഏതോ സ്പോൺസറുടെ കാരുണ്യത്തിലാണ് നീ പഠിച്ചിറങ്ങിയതെന്ന്? കണ്ണൻ സാറിന്റെ. ഞാൻ മാത്രമല്ല, അഞ്ജുവും അങ്ങനെ തന്നെയാണ്. നിന്റെ പേരിൽ നിന്റെ അച്ഛന്റെയും അമ്മ വീട്ടിലെയും സമ്പാദ്യം ഉണ്ടായിരുന്നു എന്നാണല്ലോ കേട്ടിട്ടുള്ളത്. പിന്നെന്തിനാണ് നിനക്കൊരു സ്പോൺസർ? അന്നതൊക്കെ ഉണ്ടെന്ന പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യഥാർത്ഥത്തിൽ അതൊന്നും എൻ്റെ പേരിലേക്ക് വന്നിരുന്നില്ല. ജയശ്രീ അമ്മയുടെ സ്വർണം മണിയാലത്തമ്മയുടെ കൈവശമുണ്ടായിരുന്നു. എന്നാൽ തറവാട് ഭാഗം വെച്ചതിന്റെ വീതം എൻ്റെ 22ാമത്തെ വയസ്സിലാണ് കിട്ടുന്നത്. അതും എനിക്കൊരു വിവാഹാലോചന ഉറപ്പിക്കുന്നത് പോലെ വന്നപ്പോൾ. അത് വെല്ലിച്ചനായി പറഞ്ഞു വാങ്ങിയതാണ്. ഇല്ലെങ്കിൽ എൻ്റെ കംസൻ അമ്മാവൻ അതും വിഴുങ്ങിയേനെ. എല്ലാവരോടും പറയുമ്പോൾ മുമ്പേ എൻ്റെ പേരിലെല്ലാം തന്നിരുന്നുവെന്ന് വീമ്പ് പറയാറുണ്ടെന്ന് മാത്രം. പിന്നെ മണിയാലത്തുള്ളതൊക്കെ, അതായത് വല്യച്ഛന്റെ സമ്പാദ്യം വല്യമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ചിരുന്നു. വിജയൻ വല്യച്ഛനും അന്ന് മണിയാലത്ത് നിന്ന് വീതം നൽകിയ സ്ഥലം അനിയന്റെ ഭാര്യയുടെ ചികിത്സയ്ക്ക് നൽകിയിട്ടാണ് മക്കൾക്കൊപ്പം പോയത്. ശുഭവല്യമ്മയുടെ അനിയത്തിയായിരുന്നു ശോഭവല്യമ്മ. അതുകൊണ്ട് തന്നെ സ്വന്തം അനിയത്തിയുടെ ജീവൻ രക്ഷിക്കാനായി എന്തും നൽകാൻ അവർ തയ്യാറായിരുന്നു. അവർക്കിടയിൽ യാതൊരു മത്സരങ്ങളും ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, ജയശ്രീയമ്മയുടെ സ്വർണവും അതേ ആവശ്യത്തിന് എടുത്തിരുന്നു. എന്നിട്ടും വല്യമ്മയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇതെല്ലാം വല്യച്ഛൻ പറഞ്ഞ കാര്യങ്ങളാണ്. അഞ്ജുവിന്റെ വിദ്യാഭ്യാസം തുടങ്ങിയതു മുതൽ നളിനി ട്രസ്റ്റ് ആയിരുന്നു എല്ലാം ചെയ്തിരുന്നത്. അവൾ വഴിയാണ് ഞാൻ അവിടേക്ക് അടുത്തതെങ്കിലും വല്യച്ഛനും അവിടെ പരിചയമൊക്കെ ഉണ്ടായിരുന്നു. ആ പരിചയം കൊണ്ടാവും അവിടെയുള്ളവർക്ക് എന്നോട് പ്രത്യേക താല്പര്യമുണ്ട്. അതിലിന്നും മാറ്റം വന്നിട്ടില്ല. എങ്ങനെയുള്ള പരിചയമാണെന്ന് അവൾ വിശദീകരിക്കാൻ നിന്നില്ല. കാരണം അതവൾ ഇഷ്ടപ്പെടാത്ത വിശദീകരണമായിരുന്നു. എങ്കിലും ഏതെങ്കിലും നിമിഷത്തിൽ അവനോടെല്ലാം തുറന്നു പറയുമെന്നും അവൾ ഉറപ്പിച്ചിരുന്നു. അന്ന് വന്ന വിവാഹാലോചനയോ? അത് ജയശ്രീ അമ്മയുടെ തറവാട്ടിൽ നിന്നുള്ള വിഹിതം വാങ്ങിയെടുക്കാൻ മണിയാലത്തെ വിമലിന്റെ 2ാം ഭാര്യയുടെ തന്ത്രമായിരുന്നു. എങ്ങനെയോ അവർ അക്കാര്യം അറിഞ്ഞിരുന്നു. പിന്നെ അവർ തന്നെ ആലോചിക്കും, അവർ തന്നെ പരദൂഷണം പറഞ്ഞു മുടക്കും, അത്ര തന്നെ. അതെന്താ, ഈ ജയശ്രീ അമ്മയും വിമലും നല്ല വേർതിരിവുണ്ടല്ലോ? തീർച്ചയായും ഉണ്ട്. ജയശ്രീ എന്ന സ്ത്രീ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഒരു ഗർഭകാലം മുഴുവൻ സുരക്ഷിതമായി പരിപാലിച്ചത് കൊണ്ടല്ലേ ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത്. ആ സ്നേഹവും നന്ദിയും എന്നും എനിക്കുണ്ടാകും. പിന്നെ അവരൊരു ജീവിതം തെരഞ്ഞെടുത്തപ്പോൾ അതുവരെ അവർക്കുണ്ടായിരുന്ന സമ്പാദ്യം മുഴുവൻ എനിക്കായി മാറ്റിവെച്ചില്ലേ? ആർത്തി കാണിച്ചിട്ട് എന്നെ മറന്നില്ലല്ലോ. അതും വലിയൊരു മനസ്സാണ്. പിന്നെ വിമൽകുമാർ, അയാൾക്ക് ജയശ്രീ വെറും പെൺശരീരം മാത്രമായിരുന്നു. ഭാര്യയേക്കാൾ മുമ്പ് കാമുകിയെ മനസ്സിൽ കുടിയിരുത്തിയ വ്യക്തി അവരിലേക്ക് പിന്നെയും ചാഞ്ഞു പോയത് സ്വാഭാവികമാണെന്ന് വാദിച്ചാലും കൺമുന്നിൽ വളരുന്ന സ്വന്തം ചോരയോട് അപരിചിതൻ എന്ന പോലെ പെരുമാറുന്നതിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? എത്രയാണെങ്കിലും ഞാൻ അയാളുടെ മകൾ തന്നെയല്ലേ. സിന്ധുവിൽ അയാൾക്കുണ്ടായിരുന്ന മക്കളോടുള്ളതിനോളം കരുതൽ എന്നോടും കാണിക്കേണ്ടതല്ലേ? സ്വന്തം ജീവിതം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമായിരുന്നു അതിന് പിന്നിലെങ്കിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ തന്നെ ഒരച്ഛന്റെ കരുതൽ അയാൾ എനിക്ക് തരുമായിരുന്നു. മണിയാലത്തെ തറവാടിനുള്ളിൽ വെച്ച് വിനീഷ് തന്റെ ശരീരത്തെ ഞെരിച്ചു ഭയപ്പെടുത്തിയ രാത്രികളും പകലുകളും അവൾക്ക് ഓർമ്മ വന്നു. പരാതി പോലെ അച്ചായെന്ന് വിളിച്ച് അയാളുടെ മുന്നിൽ ചെല്ലുമ്പോൾ കവിളടച്ച് കിട്ടിയ അടിയുടെ നോവിൽ ഇന്നും മുഖം വിങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി. ശക്തി,
അവളേതോ ഓർമ്മയിലേക്ക് പോയെന്ന തോന്നലിൽ അവൻ അവളെ തട്ടി വിളിച്ചു. ഞെട്ടിയുണർന്നവൾ പുഞ്ചിരിച്ചു. അയാൾ എനിക്കെന്നും അപരിചിതനാണ് ഭദ്രേട്ട. ആ അപരിചിതനെ ബഹുമാനം നൽകി സംബോധന ചെയ്യാൻ എനിക്കാവില്ല. 5-ാം വയസ്സിൽ ഞാൻ എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് പടിയിറക്കപ്പെട്ടതിന്റെ കാരണം അറിയുമോ? ശക്തി പുഞ്ചിരിയോടെ മുഖമുയർത്തി അവനോട് ചോദിച്ചു. അറിയില്ലെന്നതുപോലെ വീരൻ തലചലിപ്പിച്ചു. 5 വയസ്സുള്ള കുട്ടിയുടെ കൗതുകങ്ങൾ ചോക്ലേറ്റുകളും മധുരമുള്ള പലഹാരപ്പൊതികളുമല്ലേ? അങ്ങനെ മൂളുമ്പോൾ വീരന്റെ നെഞ്ച് ഉച്ചത്തിൽ മിടിച്ചുപോയി. അവൻ ഊഹിക്കാൻ കഴിഞ്ഞിരുന്നു ശക്തി എന്താ പറയാൻ പോകുന്നതെന്ന്. എന്നിട്ടും അവളെ വിലക്കാൻ അവനായില്ല. നെഞ്ചിൽ കൂട്ടിവെച്ച നോവുകൾ അവൾ തനിക്ക് മുമ്പിലെങ്കിലും ഇറക്കി വെക്കട്ടെ എന്ന് അവൻ ചിന്തിച്ചു പോയിരുന്നു. അനുഭവങ്ങളുടെ തീച്ചൂളയിൽ കിടന്ന് പൊള്ളി പാകമായവൾക്ക് പഴയ കാര്യങ്ങൾ തുറന്നു പറയുന്നതിൽ യാതൊരു ഇടർച്ചയും ഉണ്ടായിരുന്നില്ല. ജയശ്രീയമ്മയുടെ നാത്തൂൻ ദിവ്യയുടെ അനിയൻ അന്ന് അയാളുടെ 20കളിലേക്ക് കടക്കുന്ന സമയമാണ്. അടുത്തു വിളിച്ചിരുത്തി കൊഞ്ചിച്ച് മിഠായികൾ നൽകി ഈ കുഞ്ഞു വിരലുകൾ അയാളുടെ വീരൻ അവളുടെ വാ പൊത്തിക്കൊണ്ട് വേണ്ടെന്നതുപോലെ തലയാട്ടി. ശക്തി പുഞ്ചിരിയോടെ അവന്റെ കൈകൾ എടുത്തു മാറ്റി. തുടരും.